67ാം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരം ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. നാളെയാണ് ഒളിമ്പിക്സ് മാതൃകയിൽ കായികമേള തുടങ്ങുക. വിവിധ ജില്ലകളിൽ നിന്നായി 25,000-ലധികം വിദ്യാർത്ഥികളാണ് കായികമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. കാസർഗോഡ് നിന്നുള്ള ആദ്യ ബാച്ച് കായിക താരങ്ങളെ മന്ത്രിമാരായ GR അനിലും V ശിവൻകുട്ടിയും ചേർന്ന് സ്വീകരിച്ചു. ഇത്തവണ മടക്കം കപ്പെടുത്ത് മാത്രം എന്നാണ് കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണം. മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ ആവേശോജ്വലമായ തുടക്കമാണ്. അതിനായിട്ടുള്ള കായിക താരങ്ങൾ ഇന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. അവരോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ആര് കപ്പടിക്കും ഇത്തവണ? കാസർഗോഡ്. തിരുവനന്തപുരമൊക്കെ ശക്തമായ മത്സരം നടക്കും. എന്നാൽ നമ്മ അടുത്തിട്ട് വരും. കാസർഗോഡാവും. ആവേശം ഒന്ന് കാണിച്ചു. ഇത്തവണ തിരുവനന്തപുരംകാരൊക്കെ കൃത്യമായിട്ട് അവർ തിരുവനന്തപുരത്ത് മത്സരം നടക്കുന്നതുകൊണ്ട് അവർ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനൊരു പേടിയുണ്ടോ? നമ്മ അതിനെ കാർഡ് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് തോക്കുവരി. പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല തന്നെ. 3 ദിവസം ക്യാമ്പ് ഉണ്ടായി. മാതാപിതാക്കളാണ്. എങ്ങനെയാണ് കുട്ടികളുടെ ഒരു പ്രതീക്ഷ? ടീച്ചറാണോ? അവര് കപ്പടിക്കുന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. കുട്ടികളാണ് ഇപ്പോൾ കാസർഗോഡ് വന്നിട്ട് 150 കുട്ടികൾ, 25 ടീച്ചേഴ്സും പാരന്റ്സ് അടക്കം. അടുത്ത മത്സരം ഇത്തവണ ഉണ്ടാകും. അടുത്ത മത്സരം ഉണ്ടാവും. അങ്ങനെ തന്നെ നിരവധിയായിട്ടുള്ള കുട്ടികൾ ഇവിടെയുണ്ട്. അവർ മത്സരങ്ങൾ ഏതാ മത്സരം? എന്റെ ക്രിക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കൊച്ചി. സ്റ്റാൻഡ് ജമ്പ് ജയിച്ചിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം? അങ്ങനെയില്ല, സെക്കൻഡ് തവണ അത് തിരിച്ചു പിടിക്കും. ഫുട്ബോൾ അങ്ങനെ എല്ലാം വേണം നമുക്ക്. അങ്ങനെ പാരന്റ് ആണോ? അല്ല, ടീച്ചിങ് അല്ല, ഹോസ്റ്റൽ വാർഡനാണ്. കുട്ടികളൊക്കെ പരിശീലനം ഞങ്ങൾ ഒരു രണ്ടാഴ്ചത്തോളമായി പരിശീലനം കൊടുക്കുന്നത്. എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. ക്രിക്കറ്റ്. ഇവിടെ ജയിക്കോ? കാസർഗോഡ് കപ്പടിക്കോ? അത്ര ആവേശമില്ലല്ലോ. ഉണ്ട്. ಕನ್ನಡಯಾಣೋ? ಸ್ವಲ್ಪ ಹೆದರಿಕೆ ಆಗಿತ್ತು, ಆದರೆ 4ನೇ ಸ್ಥಾನ ಪಡೆದುಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಯಿತು. ನನ್ನ ಮನೆಯವರಿಗೆ, ನನ್ನ ತಂದೆ ತಾಯಿಗೆ, ನನ್ನ BRC അധ്യാപകರಿಗೆ ನಾನು ചിരಋಣಿಯಾಗಿರ್ತೇನೆ. ധന്യവാദം. അങ്ങനെ തന്നെയാണ് മലബാറിലെ കാസർഗോഡിലെ കുട്ടികളാണ് ആദ്യ ബാച്ചായി ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അവർ നാളെ മുതൽ ട്രാക്കിലിറങ്ങും. അതുപോലെ തന്നെ ഈ വരുന്ന 28 വരെയുള്ള കായിക മത്സരങ്ങൾക്ക് അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. കാസർഗോഡ് ഇത്തവണ കപ്പടിക്കുമെന്നുള്ളതാണ് കുട്ടികളുടെ പ്രതീക്ഷ. ക്യാമറമാൻ അഭിലാഷിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.